എൻ്റെ പേര് നിഖിൽ ജെറി ടോം. ഞാൻ ബാംഗ്ലൂർ ഹൊങ്കസാന്ദ്ര ഹോളി ഫാമിലി ചേർച്ച് ഇടവകയിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ അമ്മയാണ്. ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി. സോ ഞാൻ 2023 ആദ്യമായിട്ട് ഞാൻ പേഴ്സണലി ഉടമ്പടി എടുക്കുന്നത്. അതുവരെ എൻ്റെ അമ്മയായിരുന്നു പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ട് നിന്നേച്ചത്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ഫാഷൻ ഡിസൈനറാണ്. സോ 2017 അത്ഭുതകരമായിട്ട് പ്രാർത്ഥിച്ച് നിഫ്റ്റിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു എനിക്ക്. അതും ഓൾ ഇന്ത്യ റാങ്ക് ഓൾമോസ്റ്റ് ഒരു 42 റാങ്കിൽ കിട്ടി. നിഫ്റ്റ് ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്തു. സോ അതുവരെ അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാംഗ്ലൂർ ചെന്നതുകൊണ്ടും പിന്നെ എൻ്റെ പിഒ പ്രഷറും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടും കുറച്ചൊന്ന് പ്രാർത്ഥനയിൽ നിന്ന് ഒന്ന് മാറിയുള്ളൊരു ലൈഫായിരുന്നു. അത് കഴിഞ്ഞ് 2021 ഗ്രാജുവേറ്റായി കഴിഞ്ഞിട്ടും ഓൾമോസ്റ്റ് ഒരു കുറച്ച് നാളത്തേക്ക് അത്ര വിശ്വാസ ജീവിതമല്ലായിരുന്നു ആദ്യത്തെ കുറച്ച് നാളുകൾ. സോ ഗ്രാജുവേറ്റ് ആയ സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി. പിന്നെ സാധാരണ ഞങ്ങളുടെ ബാച്ച്മേറ്റ്സൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴായിരുന്നെങ്കിലും എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഫോമിലായിരുന്നു ജോലി ചെയ്യേണ്ടി വന്നത് ആദ്യത്തെ കുറച്ച് നാളുകൾ. അപ്പോഴും അമ്മ പ്രാർത്ഥനയിലുണ്ടായിരുന്നു, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ആ പഴയ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ പാർട്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഹിറ്റ് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2023 സോ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ക്രാഷ് ഉണ്ടായി. സ്റ്റാർട്ടപ്പിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. സോ അവർക്കാണെങ്കിലും ആ ഒരു കമ്പനി കുറച്ച് ലോസിലായിപ്പോയി. എന്നിട്ട് റിസൈൻ ചെയ്യേണ്ടി വന്ന സമയത്ത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഹാർഡ് ടൈം ഫോർ മീ. കാര്യം എന്താ പറയുക, എൻ്റെ കൂടെ ഇറങ്ങിയവരൊക്കെ ഓൾമോസ്റ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും വലിയ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് അമ്മ എന്നെ നിർബന്ധിക്കുന്നത്. കാര്യം ഞാൻ കൂടുതലും എന്താ പറയുക ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് അങ്ങനെ ഉള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ ആദ്യം അമ്മ ഇതേപോലെ ഒന്ന് ഉടമ്പടി എടുത്ത് നോക്കുക. അപ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഉടമ്പടി പാലിക്കുന്നതും. സോ അത്യാവശ്യം പ്രാർത്ഥന പള്ളിപ്പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉടമ്പടി പാലിക്കുന്നത് അതും അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഭയങ്കര പാടുപോലെ തോന്നിയായിരുന്നു. എന്നാലും അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തു 2023. സോ 2023 ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ അടുത്ത കമ്പനിയിൽ നിന്ന് ഇതേപോലെ ജോലിക്ക് വിളിക്കുമായിരുന്നു. ഇൻ്റർവ്യൂവിന് ചെന്ന് സീനിയർ മാനേജ്മെൻറ്റുമായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ക്രാക്ക് ചെയ്തു, ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്ത് അവിടെ സഫാരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, സോ അത് UAE നമ്മുടെ ലുലു ഒക്കെ പോലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. സോ മോൾസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ് ആണ് അവരുടെ മെയിൻ ബിസിനസ്. അവരുടെ 3 ഫാഷൻ ബ്രാൻഡ്സ് ആ ഒരു സമയത്ത് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ലോസിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഫാഷൻ ബ്രാൻഡ്സ് പ്രോഫിറ്റിലേക്ക്, അതും ഓൾമോസ്റ്റ് ഒരു 3x പ്രോഫിറ്റിലേക്ക് റീബ്രാൻഡ് ചെയ്ത് കയറ്റിക്കൊണ്ടുവരാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് സോ എനിക്കും ആ ഒരു കരിയറിൽ ഗ്രോത്ത് വേണമെന്ന് ഒബ്വിയസ്ലി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഉടമ്പടി എടുത്ത് ഭയങ്കര ഒരു ഭാഗ്യം പോലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ഫാഷൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള മിന്ത്രയിൽ ജോബ് കിട്ടി. മിന്ത്രയിൽ സീനിയർ ഫാഷൻ ഡിസൈനറായിട്ടായിരുന്നു ആദ്യം ജോബ് കിട്ടിയിരുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ മാനേജർ ലെവലിലേക്ക് കയറി എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യുമായിരുന്നു. സോ എനിക്കും ഐ വാസ് എ റിയലി ആംബിഷ്യസ് ഗായ്. അപ്പോൾ എനിക്കപ്പോഴും എന്താ പറയുക കരിയറിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ കൂടുതൽ
ചോദിക്കാൻ തുടങ്ങി പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പം മിന്ത്രയിലുണ്ടായിരുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഡെയിലി കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറ്റുമ്പോഴൊക്കെ കുമ്പസാരിക്കും. പിന്നെ കുർബാന മുടക്കാറില്ലായിരുന്നു. സോ രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് പിന്നെയും പോയി തുടങ്ങി. അപ്പോൾ അത് ദൈവമായിട്ട് തന്നെ ഒരു പണി തന്നതുപോലെ അവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങി. സോ അതുവരെ ഓൾ ഡേയ്സ് വർക്ക് ഫ്രം ഹോം കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ വരണം, പിന്നെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. സോ അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പറയുക, സോ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 1.5 years അവിടെ വർക്ക് ചെയ്തു എന്നുള്ളൊരു ഇതിൽ ഞാനും കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് റെസിഗ്നേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ആണ് കുറച്ച് ഹാർഡ് ടൈംസ് പോലെ ജോബ് ഹണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെയും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെയും ഉടമ്പടി എടുത്തു. ഇവിടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ലുലു ഗ്രൂപ്പിൽ വർക്കിന് കയറി. അതും ലുലുവിൻ്റെ റിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. സോ അവർ മാക്സ് ഒക്കെ പോലെ അബുദാബി മിഡിൽ ഈസ്റ്റ് GCC കൺട്രീസിൽ അത്യാവശ്യം ഹിറ്റായിട്ടുള്ളൊരു ഫേമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ എക്സ്പാൻഷൻ ടീമിൽ കയറി പറ്റാൻ പറ്റി. അതും നല്ല ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വർക്ക് ഡേയ്സ് 6 days a week, അതും ഫാമിലി ബാംഗ്ലൂർ, ഞാനിവിടെ. അപ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ടായിരുന്നില്ല റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വേറെ മേഖലയിൽ ഭയങ്കര വിചാരിക്കാത്ത ഒരു അനുഗ്രഹം തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ പക്ഷേ എന്നാലും ആ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തീരെ ഇല്ലായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ബാച്ച്മേറ്റ്സിനേലും ഒരു 1 step ahead അതുണ്ടായിരുന്നു. സോ ഞാനെപ്പോഴും അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് റാറ്റ് റേസ്, അല്ലെങ്കിൽ ലൈക്ക് കോർപ്പറേറ്റിൽ പറയുന്ന പോലെ ഇഫ് ഇറ്റ്സ് റേസ് കൈൻഡ് ഓഫ് എ തിങ്, ബാക്കിയുള്ളവർ ആദ്യം മുന്നേ പോയിക്കൊണ്ടിരുന്ന വെച്ചെങ്കിലും ഇപ്പോൾ ദൈവം സഹായിച്ച് ലൈക്ക് ഈവൻ ദോ ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സ് ഒരു ടഫ് ടൈം ആയിരുന്നെങ്കിലും ഒരു ഷോർട്ട് കട്ടിൽ കൂടെ മുന്നേ എത്തിക്കുന്ന പോലെ ആയിരുന്നു എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് ലുലുവിൽ വന്നപ്പോൾ അതൊരു പോസ് പോലെ ആയിരുന്നു. സോ ഹാർഡ് ടൈംസ്, അങ്ങനെ 6 days a week വർക്ക് പാറ്റേൺ ഒക്കെ. കാര്യം ഇത്രയും നാൾ വർക്ക് ഫ്രം ഹോമിൽ അത്യാവശ്യം കംഫർട്ട് സോണിൽ നിന്ന് വെച്ചാൽ എനിക്ക് 6 days a week ഒരു കുറച്ച് ഹാർഡ് ടൈം ആയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെയും വർക്കിന് നോക്കി. സോ ഇതുവരെ എനിക്കൊരു അഹങ്കാരം പോലെ ഉണ്ടായിരുന്നത്, ടു ബി ഫ്രാങ്ക്. സോ ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നൊന്നും റിജക്ഷൻസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എന്താ പറയുക അപ്ലൈ ചെയ്തു തുടങ്ങി. അമ്മ നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സമയത്ത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാനൊന്നും പറ്റുന്നുണ്ടായില്ല. സോ അപ്ലൈ ചെയ്തു തുടങ്ങി. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഫൈനൽ റൗണ്ട് വരെ എത്തും, റിജക്റ്റ് ആവും. സോ ഓൾമോസ്റ്റ് ഒരു 5-6 കമ്പനീസെങ്കിലും ഫൈനൽ റൗണ്ട് വരെ എത്തും, എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഹോൾഡ് ആവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഐ വാസ് ലൈക്ക് ഇതെന്ത് പറ്റി ഇത് കാര്യം. ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലാണെങ്കിലും ലാസ്റ്റ് ഞാനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലാണ്ട്, എന്ന് വെച്ചാൽ ഞാനായിട്ട് ചൂസ് ചെയ്യുന്നതല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ട് റിജക്ഷൻസ് വന്നിട്ടുണ്ടായില്ല. കാര്യം അത്യാവശ്യം വർക്കിലും കാര്യങ്ങളിലും ഒക്കെ നല്ലതായിരുന്നു എന്നുള്ളൊരു അഹങ്കാരം എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് സോ ബാക്ക് ടു ബാക്ക് റിജക്ഷൻസ് വന്ന് ഞാനും ഓൾമോസ്റ്റ് ശരിക്കും ഫ്ലിപ്പായി പോയി. കാര്യം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിക്ക് പിന്നെയും കൃപാസനത്തിൽ വന്നു. വീണ്ടും ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടും അങ്ങനെ പ്രത്യേകിച്ച് പ്രകടമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഡെസ്പായി പോയി. കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. ഞാനും ശരിക്കും ഡൗട്ട് ചെയ്തു തുടങ്ങി. എന്നിട്ട് ഐ വാസ് ലൈക്ക് മൊത്തത്തിൽ ഹോപ്പ്ലെസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മേജർ മെൻസ് വെയർ ബ്രാൻഡ്, നല്ല എമേർജിങ് ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള, സോ അവിടെ നിന്ന് എനിക്കൊരു ഓഫർ വന്നായിരുന്നു.
അപ്പോൾ ലാസ്റ്റ് റൗണ്ട് വരെ എത്തി ആസ് യൂഷ്വൽ. അതും കുറേ നാൾ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അവർ തന്ന റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമെന്നാണ്. അതിൽ എൻ്റെ ഉള്ള എല്ലാ ഹോപ്സും പോയി. ഞാൻ ലാസ്റ്റ് ഒരു പിന്നെയും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നിന്ന് കോൾ വന്നു, സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഞാനത് എഗ്രി ചെയ്തിരുന്ന സമയത്താണ് വീണ്ടും ഉടമ്പടി റാലി വന്നത്. അപ്പോൾ റാലിയിൽ അമ്മ എന്നെ പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഐ വാസ് ലൈക്ക് ഇല്ല, ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തതാണ്, സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പോയിന്റ്. കാര്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഉടമ്പടിയിലെ നിബന്ധനകളൊക്കെ പാലിച്ചു, വേറെ കാര്യങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്തൊന്നുമില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടും എനിക്കങ്ങനെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഇത് വന്നില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഐ എം അപ്പ് ഫോർ ദിസ് എന്നുള്ളൊരു ഫേസിലായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ വാസ് ലൈക്ക് ഇല്ല, എന്തായാലും ഉടമ്പടി റാലിയിൽ നീ ഒന്ന് പങ്കെടുത്ത് നോക്ക്, അത്ഭുതം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് ലൈക്ക് ഓക്കെ ഫൈൻ എന്നുള്ള ഇതിൽ ഞാൻ റാലിക്ക് പങ്കെടുത്തു. സോ കഴിഞ്ഞ തവണ റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ മനഃപൂർവ്വം തന്നെ ഞാൻ പോയി കംപ്ലീറ്റ് ചെയ്തു. ഐ വാസ് ലൈക്ക് ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം, എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ സാറ്റർഡേ ആയിരുന്നു റാലി. മൺഡേ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഇതിൽ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് റൗണ്ട് പോലെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ദേ വർ ലൈക്ക് വി ആർ റെഡി ടു റോൾ ഔട്ട് ദി ഓഫർ ലെറ്റർ കാര്യങ്ങൾ. ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ബിക്കോസ് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ജോബ് ഷിഫ്റ്റ് കിട്ടിയല്ലോ, തിരിച്ച് ബാംഗ്ലൂർ പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുന്നത്, ലാസ്റ്റ് മിനിറ്റാണ് അവർ പറയുന്നത് ബാംഗ്ലൂരിലെ ആ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും 6 days a week വർക്കിംഗ് ആണെന്ന്. ഐ വാസ് ലൈക്ക്, അപ്പോൾ ഞാൻ പിന്നെയും ഡൗൺ ആയി. പിന്നെ മൺഡേ ഈവനിങ് ഞാൻ മെസ്സേജസ് എടുത്ത് നോക്കിയപ്പോൾ ആ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നതും എൻ്റെ ആ ഒരു വൈബുമായിട്ട് മാച്ച് ആവുന്നതുമായിട്ടുള്ള ആ കമ്പനിയിൽ നിന്ന് അവർ പിന്നെയും മെസ്സേജ് ചെയ്തിരിക്കുന്നു, ആ ഒരു ഫൈനൽ റൗണ്ട് CEO ആയിട്ടുള്ള മീറ്റിംഗ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്താലോ എന്നുള്ള രീതിയിൽ. ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് നാളെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാം, കാര്യങ്ങൾ നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാമെന്ന് ഞാനും ഓക്കെ പറഞ്ഞു. എന്നിട്ട് സോ ഇത് സംഭവിക്കുന്നത് സാറ്റർഡേ റാലി കഴിഞ്ഞു, സൺഡേ കഴിഞ്ഞ് മൺഡേ ആണ് ഈ കോൾ വരുന്നത്. ഐ വാസ് സൂപ്പർ ഹാപ്പി, സൂപ്പർ എക്സൈറ്റഡ്. എന്നിട്ട് CEO ആയിട്ടുള്ള റൗണ്ട് കഴിഞ്ഞു. CEO ആയിട്ടുള്ള റൗണ്ട് ട്യൂസ്ഡേ ആയിരുന്നു. ട്യൂസ്ഡേ അമ്മ പറഞ്ഞായിരുന്നു ഇതേപോലെ മാതാവിൻ്റെ ദിവസം മോനെ ധ്യാനം നടക്കുന്ന ദിവസമല്ലേ, എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും നിന്നു. എന്നിട്ട് ട്യൂസ്ഡേ CEO മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നിട്ട് വെനസ്ഡേ അവരുടെ HR വിളിച്ചു. അവിടുത്തെ HR വിളിച്ചപ്പോഴും ആദ്യം ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലായിരുന്നു. കാര്യം അവർ പറഞ്ഞത് അവർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പേ സ്കെയിൽ അവർക്ക് ആദ്യമേ റോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ ഒരു 6 months കഴിഞ്ഞിട്ടേ റോൾ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെയും എന്താ പറയുക, ഒരു കുറച്ച് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അമ്മ പറഞ്ഞു ഉടമ്പടി ഉൾപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് നോക്ക്. കാര്യം അതിന് മുന്നേ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു, ബട്ട് അവർ മാറുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ജസ്റ്റ് കുറച്ച് നാക്കിൽ വെച്ചു. എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ളൊരു രീതിക്ക് അവരും പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, ദർ ഇസ് ഹോപ്പ് അറ്റ് ലീസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ, സീനിയർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു, ദേ ആർ ഓക്കെ ടു റോൾ ഔട്ട് സോ ആൻഡ് സോ എമൗണ്ട് ആസ് എ CTC. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ എം സൂപ്പർ ഹാപ്പി. അപ്പോൾ അത് തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. കാര്യം ഞാൻ ഉദ്ദേശിച്ച ഒരു ഫേമിൽ, ഉദ്ദേശിച്ച സ്ഥലത്ത്, ഉദ്ദേശിച്ച ദിവസങ്ങൾ, സോ 5 days a week ആണ്, ആകെ 2 Saturdays മാത്രമേ വർക്കിംഗ് ഉള്ളൂ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, സോ ഹാപ്പി. എന്നിട്ട് ഇന്നലെ ഡിസ്കഷൻസൊക്കെ കഴിഞ്ഞു. ബൈ എൻഡ് ഓഫ് ഫ്രൈഡേ അവർ ഓഫർ ലെറ്റർ റോൾ ഔട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഈ എൻ്റെ ഹയറിംഗ് വാസ് ഫോർ എ സീനിയർ മാനേജർ പൊസിഷൻ. സോ ഞാൻ 2021 പാസ് ഔട്ട് ആയത്.
എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാക്സിമം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബാച്ചിലർ ഓഫ് ഡിസൈൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും മാക്സിമം ഒരു അസിസ്റ്റൻറ്റ് മാനേജർ പൊസിഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. കൂടിപ്പോയാൽ ജസ്റ്റ് ഡിസൈൻ മാനേജർ ആ ഒരു പൊസിഷനിൽ മാത്രമേ കൂടിപ്പോയാൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ വെൻ ഐ സോ ദി ഓഫർ ലെറ്റർ അതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചത് സീനിയർ മാനേജർ പൊസിഷൻ എന്നായിരുന്നു. അതും ഇത്ര വലിയൊരു പാൻ ഇന്ത്യ സ്കെയിലുള്ളൊരു ഫാഷൻ ഡിസൈൻ ഫേമിൽ സീനിയർ മാനേജർ പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ടാസ്ക്. ഒരു 8 to 12 years എക്സ്പീരിയൻസ് എങ്കിലും മിനിമം ഉള്ള ഒരാൾക്ക്, അതും അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു സീനിയർ മാനേജർ പൊസിഷനിൽ കയറാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ ഒരു ഓഫർ ലെറ്ററും കൂടെ കണ്ടപ്പോൾ ഐ വാസ് ടോട്ടലി ഷോക്ക്ഡ്. ആൻഡ് മാതാവിന് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സോ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും അമ്മയും, സോ ബേസിക്കലി ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് അമ്മയായിട്ട് പോകാറുണ്ടായിരുന്നു. സോ അമ്മ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെനസ്ഡേയും അവിടെ ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലത്തെ അവിടെ കിഡ്വായി എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസർ സെൻ്റർ ഉണ്ട്. സോ അവിടെ ഈ കുഞ്ഞു പിള്ളേർക്ക്, ക്യാൻസർ ബാധിച്ച പിള്ളേർക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. സോ അവരൊട്ടും ഏബിളായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ആയിരിക്കത്തില്ല. അപ്പോൾ അവർ അമ്മയുടെ കൂടെ ഞാനും പോകുമായിരുന്നു ആ ഒരു സമയത്ത് ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ചെന്നിട്ടാണെങ്കിലും ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് പത്രം കൊടുക്കാൻ പോവുമായിരുന്നു. പിന്നെ കഴിയുമ്പോഴൊക്കെ കുർബാനയ്ക്ക് മാക്സിമം, സോ ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട് സോ രാവിലെ 7:30 to 7 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു കുർബാനയ്ക്ക്. കാര്യം ഏർലി ഇൻ ദ മോർണിംഗ് എണീറ്റ് പോയിട്ട് പിന്നെ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആവുമായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് മുടങ്ങാണ്ട് പോകുമായിരുന്നു, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു, കൊന്ത ചൊല്ലുമായിരുന്നു. അതേപോലെ ഉടമ്പടി ഒക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മോനുമായിട്ട് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കണമെന്നുള്ളത്. അതിന് കാരണമുണ്ട്. കാരണം 2017 ഞങ്ങൾ ഇവിടെ ഒരു തങ്കിപ്പള്ളിയിലൊരു കല്യാണത്തിന് വന്നതാണ്. അപ്പോഴത്തേക്കായിരുന്നു മോന് നിഫ്റ്റിലെ അഡ്മിഷൻ്റെ ടൈമായിരുന്നു. അപ്പം ശരിക്കും ഞങ്ങളുടെ ഫാമിലി ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസരമായിരുന്നു. ഹസ്ബൻഡിന് വയ്യാതിരിക്കുന്ന ഒരു രോഗമൊക്കെ ആയിട്ടിരിക്കുന്ന. അപ്പം ആദ്യം ഇവിടെ വന്ന് വേറൊരാൾ നേർന്നിട്ട് അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്നേരം ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തത്. ആ സമയത്ത് മോൻ നിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞത് അതാ, മാതാവെ തടസ്സമൊന്നും ഇല്ലാതെ ഈ കോഴ്സ് പൂർത്തിയാക്കാൻ അമ്മ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ 4 വർഷവും ഫുൾ സ്കോളർഷിപ്പോടെ മോന് അവിടെ നിന്ന് പാസ് ഔട്ടാകാനായിട്ടും നല്ല രീതിയിൽ മോനെ ഉയർത്തുകയും ചെയ്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിൽ ആണെങ്കിൽ ഒരുപാട് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും പ്രസൻസ് എന്ന് വെച്ചാൽ ആ നിമിഷം മുതൽ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു പ്രസൻസ് എപ്പോഴും എവിടെ പോയാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുക. അത് കഴിഞ്ഞിട്ട് മോൻ ഞങ്ങളെ അങ്ങോട്ട് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയെങ്കിലും ഞാൻ ആദ്യം മോനോട് പറഞ്ഞത് അമ്മയ്ക്ക് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, മോനെ പള്ളി എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകണം, അതിനുള്ള ഒരു അവസരം എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ ആണെങ്കിലും അമ്മ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൊണ്ട് നേരെ ഓപ്പോസിറ്റ് വീടിൻ്റെ നേരെ ഒരു റോഡിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു 10 അടി പോലും ഇല്ല, അതുപോലെ പള്ളി, അത് മലയാളികളുടെ പള്ളി, ഞങ്ങളുടെ മാണ്ഡ്യ രൂപതയിൽ അതാണ്. പക്ഷേ അവിടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദിവ്യ ബലിപീഠത്തിൽ എനിക്ക് ബലിപീഠം ഒരുക്കാനും സിസ്റ്റർമാരുടെ ഒപ്പം എനിക്ക് ഈശോയുടെ ബലിപീഠം ഒരുക്കാനും പൂവയ്ക്കാനും ഒക്കെയുള്ളൊരു അനുഗ്രഹവും നല്ല കൂട്ടുകാരെയൊക്കെ എനിക്ക് തന്ന്. ഞാനിവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കർണാടകയിൽ എനിക്ക് ആരും പരിചയമുള്ളവരൊന്നും ഇല്ല, വന്യനാടല്ലേ, ഭാഷ അറിയത്തില്ല. പക്ഷേ എല്ലാം ചുറ്റിനും മലയാളികൾ,
നല്ല സ്നേഹമുള്ള ആൾക്കാർ, നല്ല ഒരു അന്തരീക്ഷത്തിൽ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാനും, കൂടാതെ കഴിഞ്ഞ മാസം ഞാൻ വന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. രൂപം വാങ്ങിച്ചുകൊണ്ട് പോയി പിറ്റേ ആഴ്ചയിൽ തന്നെ 1000 മണി ജപമാല ചെല്ലാമെന്നും അത് ആദ്യം തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഇടവക അച്ഛനോട് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ദിവ്യകാരുണ്യ ചാപ്പലിലിരുന്ന് ചൊല്ലാനുള്ള അവസരവും തന്ന്. അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ഞങ്ങളിപ്പോൾ ചാപ്പലിലിരുന്നാണ് 1000 മണി ജപമാല ചൊല്ലുന്നതും. അതിന് തുടക്കമിടാനായിട്ടൊക്കെ പരിശുദ്ധ അമ്മ എൻ്റെ വീട് തിരഞ്ഞെടുത്തതിനും എൻ്റെ മോന് ചെറിയ ദുശീലങ്ങളുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിന്ന് അതെല്ലാം മാറ്റിത്തന്നതിനും എല്ലാ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഓരോ ആവശ്യങ്ങളിലും എന്ത് ചെറിയ രോഗവും വലുതും ഒക്കെ ആയിട്ട് വന്നാലും ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോകാതെ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ആണ് ഞങ്ങൾ എല്ലാം ഉടമ്പടി ജീവിതത്തിന് കൃത്യമായിട്ട് 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കുമ്പസാരിക്കാനും പത്രങ്ങൾ കൊടുക്കാനും, പത്രം ഇങ്ങനെ ശരിക്കും അച്ഛൻ പറയുന്ന പോലെ ഓരോ കെട്ടൊന്നും അല്ല. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ 5ഉം 6ഉം കെട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഹോസ്പിറ്റലിൽ കുഞ്ഞു പിള്ളേരുടെ വാർഡിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നതും. അവർക്കൊക്കെ തൈലം വെച്ച് പ്രാർത്ഥിക്കാനും കാശുരൂപം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഹീലാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്കൊരു മോളുണ്ട്. മോളുടെ അലർജിയും ഒത്തിരി രോഗങ്ങളും ഒക്കെ മാറ്റിത്തന്ന് ഈശോയ്ക്ക് കൂടാനും കൂടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 58-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവും പോലെയാകും നീ. നിഖിലിൻ്റെ അമ്മയുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്കെല്ലാം സാധിക്കും, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നാം ഉഴപ്പുമ്പോഴാണ് നമുക്ക് അടുത്ത അടി വരുന്ന വഴി ഒരു പക്ഷേ നാം അറിയാതെ പോകുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നതാണെന്ന് ഈ നിഖിലിന് തന്നെ സ്വയം ബോധ്യപ്പെട്ടു. ഇനിയുള്ള നിഖിലിൻ്റെ ജീവിതം വളരെ ശക്തമായിരിക്കും. കാരണം ഈ ലാസ്റ്റ് പ്രൊസീജിയറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജപമാല റാലിയിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തു. ശനിയാഴ്ച പങ്കെടുത്തു, ഞായറാഴ്ച ഓഫ് ഡേ, തിങ്കൾ കഴിഞ്ഞ് ബുധനാഴ്ചയോടുകൂടി തനിക്ക് കിട്ടിയ ഒരു വലിയ മാനേജർ, ഫാഷൻ ഡിസൈനിൻ്റെ വലിയ ഒരു ഫേമിൻ്റെ മാനേജർ പൊസിഷനാണ് ഈ മകന് ലഭിച്ചിരിക്കുന്നത്. അത് 8 തൊട്ട് 12 വർഷം വരെ ജോലി ചെയ്ത വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടുന്ന വലിയൊരു പോസ്റ്റാണ്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. അതിനർത്ഥം നാം എപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള ബോധ്യം ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ടല്ലോ. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിലൂടെ നാം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ ദൈവത്തിന് തന്നെ ഒരു ബോധ്യം വന്നിരിക്കുകയാണ്, ഈ മകൻ എനിക്ക് വേണ്ടി എൻ്റെ ശുശ്രൂഷ ചെയ്യും, എൻ്റെ പ്രിയമകനായിരിക്കുമെന്നുള്ളൊരു വലിയ ബോധ്യം നിഖിൽ തന്നെ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. നിഖിലിൻ്റെ സ്റ്റാറ്റസ് വളരെ ലോ ചെയ്തു. പരിശുദ്ധ അമ്മ പറയുന്നുണ്ടല്ലോ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തതാണ് നിഖിലിൻ്റെ അനുഭവത്തിൽ ഇപ്പോഴുണ്ടായത്. തൻ്റെ കഴിവിനെ മുഴുവനായി 0 മെറിറ്റിലേക്ക് അടിയറ വെച്ചപ്പോഴാണ് വലിയൊരു പോസ്റ്റ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റാറ്റസിനെ എപ്പോഴും ലോ ചെയ്യുവാനും പരിശുദ്ധ അമ്മയിലെപ്പോഴും പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള വലിയൊരു മനസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. അതാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തെ കൃത്യമായും വളരെ ക്രമമായും നമുക്ക് രൂപപ്പെടുത്തുകയും ഈശോ നമ്മിൽ രൂപപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിഖിലിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.